ഇത് ഓജോ ബോർഡില്ലേ? അതെ. നിനക്കിത് എവിടുന്നാ? അവിടത്തെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇങ്ങോട്ട് ABCD ഈ അക്ഷരങ്ങൾ എഴുതിയ പേപ്പർ കിട്ടിയാനാണോ നീ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്? ഏട്ടത്തി, ഇതങ്ങനെ സാധാരണ പേപ്പറും അക്ഷരങ്ങളൊന്നും അല്ല. ദേ ഇത് കണ്ടോ, ഇവിടെ കോയിൻ വെക്കണം. എന്നിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞ മരിച്ചു പോയവര് തിരിച്ചു വരും. ഓ പിന്നെ മരിച്ചു പോയൊരു ബസ് പിടിച്ചു വരും. തിരിച്ചു വരുമെന്ന് പറഞ്ഞ നമുക്ക് അവരുടെ സാന്നിധ്യം അറിയാൻ പറ്റുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. സംസാരിക്കാനും പറ്റും. അവന്തിയായിട്ട് എവിടെ? സച്ചേട്ടനെ കണ്ടില്ലല്ലോ. സച്ചേട്ടൻ റൂമിൽ ഫോൺ ചെയ്തോണ്ട് നിൽക്കുക. ചേച്ചി അവിടെ വേറെന്തോ തിരക്കില്ല. വിളിച്ചാലും വരാൻ പോണില്ല. ഇതുപോലുള്ള അന്ധവിശ്വാസത്തില് എനിക്ക് ചേച്ചിക്കും വിശ്വാസം ഇല്ല. എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. പിന്നെ ഇതിന് തൊട്ട് ഇംഗ്ലീഷ് പറഞ്ഞാലുടൻ മരിച്ചുപോയവരോട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോ തന്നെ അറിഞ്ഞൂടെ പറ്റിപ്പ് പരിപാടിയാണെന്ന്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, 5Cയിലെ കീർത്തനയില്ലേ, അവൾ ഓജാ ബോർഡിൽ കോയിൻ വെച്ചപ്പോ അവളുടെ മരിച്ചുപോയ അപ്പൂപ്പന്റെ അടുത്ത് സംസാരിച്ചു. ആ അപ്പൂപ്പൻ ആത്മാവായിട്ട് വന്നിട്ട് പറഞ്ഞു ആവനെ അന്വേഷിച്ചെന്ന് പറയാൻ. നിന്റെ കൂട്ടുകാരിയല്ലേ പറഞ്ഞത്? അപ്പൊ ഉള്ളതായിരിക്കും. അച്ചുവേണ്ടി ഓജാ ബോർഡ് ഉള്ളതല്ലേ? ആ, ഞാനിവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ ചെയ്തു നോക്കിയിട്ടൊന്നുമില്ല. ചെറിയൊരു പണി കൊടുത്താലോ? ദേ ഈ വക പരിപാടിക്കൊന്നും എന്നെ വിളിക്കരുത്. എന്നെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. ഞാനും പോവാം. പ്ലീസ്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. സത്യം എന്താണെന്ന് അറിയാലോ. സന്ദീപേട്ട വേണ്ട, ഇനി ഉള്ളതാണെങ്കിൽ തന്നെ പണിയായിരുന്നു വാങ്ങാൻ നിൽക്കണ്ട. ഞാനും പറയുന്നത് ഇത് പരീക്ഷിച്ചു നോക്കാന്നാ. ഇതെന്താന്നറിയാലോ? നമ്മുടെ വിശ്വാസമാണോ ഏട്ടത്തിന്റെ അനഘയുടെയും ധാരണയാണോ ശരിയെന്നറിയാലോ? അത് തന്നെ. ചേച്ചി എന്ത് പറയുന്നു? ഞാൻ എന്തിനും റെഡി. ആ എന്നാ പിന്നെ അതറിഞ്ഞിട്ട് പോവാം. വിളിക്ക് ആത്മാവിനെ വിളിക്ക്. വിശ്വാസമില്ലാത്ത നിങ്ങൾക്കല്ലേ? അപ്പൊ നിങ്ങൾ പറയും ആരെ വിളിക്കണം? എന്റെ റിലേഷനിൽ മരിച്ച ആരോടും എനിക്ക് സംസാരിക്കണ്ട. ഓരോരോ ഉടായ്പകളും. എങ്കിൽ ഞാൻ പറയാം, ഫ്ലാവറയുള്ള എന്റെ അമ്മായിയുടെ മോളെ വിളിച്ചു വരുത്താം. എങ്ങനെ വരാൻ പറയണം? ടാക്സി വിളിച്ച് വരാൻ പറഞ്ഞാ മതിയോ? ഇവിടെ ഞാൻ അനഘേ, നിനക്ക് വിശ്വാസമില്ലല്ലോ, അപ്പൊ നീ മിണ്ടാതിരിക്ക. ആ അത് തന്നെ. ഇനി ഉള്ളതാണെങ്കിൽ എനിക്ക് അമ്മായിയുടെ മോള് ചാന്ദിനിയോട് സംസാരിക്കാമല്ലോ. അവിടെ ചെല്ലുമ്പോഴൊക്കെ അമ്മായി പറയും അവൾ എന്തിനാ എങ്ങനെയാ മരിച്ചതെന്ന് അറിയാത്തോണ്ട് ഒരു സമാധാനവും ഇല്ല. ആ ഇതിനെന്താ, നമുക്ക് ചാന്ദിനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചോദിക്കാലോ എന്താ പറ്റിയെന്ന്. അറിയണം, എനിക്കറിയണം. എന്റെ കുഞ്ഞിനെ ആരും അപായപ്പെടുത്തിയെന്ന് എനിക്കറിയണം. ചാന്ദിനി മോക്ക് ആവണി മോളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അതിനു മുൻപേ കണ്ടോ, ഇപ്പൊ മീരടുത്തേക്ക് ചെറിയ വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. ഇങ്ങെടുക്ക. ഇനി പ്ലാവറുള്ള ചാന്ദിനിയോട് സംസാരിച്ചിട്ട് തന്നെ കാര്യം. ആവണി, നീ പോയി സിന്ധുച്ചിയുടെ കയ്യിൽ നിന്ന് മെഴുതിരി ഒരു കോയിനും വാങ്ങിട്ടോ. ചെല്. മെഴുകുതിരി എന്തിനാ? മെഴുകുതിരി വെട്ടത്തിലേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആണോ? ആ അതിലെ നീ ഇവിടുത്തെ എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്തേക്ക്. ശരി.
ആ സന്ധ്യ. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, വരുന്നില്ലേ? ആ കുറച്ച് വേറെ ജോലിയിലായി പോയി. ഇനി കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ വേഗം അങ്ങ് വന്നേക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്ത് ഡിന്നറിന് പോവാം. താൻ റെഡിയായിട്ട് നിൽക്കുക. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് ഒരിടത്തും പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതൊക്കെ വന്നിട്ട് പറയാം. വലിയൊരു പ്രശ്നത്തിന് ഇന്ന് എൻഡിങ് ആവുന്ന ദിവസം. പ്രശ്നോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. താൻ വെയിറ്റ് ചെയ്യ്. ആ ശരി ശരി, വേഗം വന്നാ മതി. ഹലോ, പിന്നെ ഒരു കാര്യം. ആ ഹലോ ഇക്ക. സന്ധ്യ, പിന്നെ ആ കഥവൊക്കെ അടച്ച് കുറ്റിയിട്ടിരുന്നോണേ. ഞാനല്ലാതെ വേറെ ആര് വന്നാലും തുറക്കണ്ട. ഇക്ക സത്യം പറയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോടോ, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. താൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. വേഗം വരണേക്ക. ആ ഞാൻ ദേ എത്തി. മാറങ്ങട്, എനിക്കും കാണണം. എല്ലാവരും പ്രാർത്ഥിക്കും. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എല്ലാരും മിണ്ടാതിരിക്കുമല്ല, എന്റെ കൂടെ പറയണം. സന്ദീപേട്ട, ഇത് നിങ്ങൾ കൂടെ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. ഇനി പറയും. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്. ആത്മാവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഉണ്ട്, ചാന്ദ്രിയാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, എല്ലാരും വാ, നമുക്ക് ആത്മാവായിട്ട് സംസാരിക്കാം. മീരേച്ചി പേടിക്കണ്ട, വാ. ഏയ് പേടിക്കണ്ട. ചാന്ദിനി, നീ വന്നോ? മീരേച്ചിയുടെ പ്ലാവരയിലെ അമ്മയുടെ മകൾ ചാന്ദിനി, നീ വന്നോ? ചാന്ദിനി, നീ ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയേ, നീ വന്നോ?
പേടിക്കണ്ട പേടിക്കണ്ട. ചന്ദ്രി പറയ്, നീ വന്നോ? നീ ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്. നീ വന്നു. ശാന്തിനി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇതൊന്നും വേണ്ടാന്ന്. ഞാൻ പോവാ. ഇല്ല, എനിക്ക് പേടിയാ. ഞാൻ റൂമിൽ പോവാ. അയ്യോ, ഈശ്വരാ. ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഓം ഹ്രീം. ആരുടെ ദേഹത്താണ് ചാന്ദ്രി നീ പ്രവേശിക്കാൻ പോകുന്നത്? അത് ഈ മുന്നിലിരിക്കുന്ന ഓജോ ബോർഡിലെ അക്ഷരങ്ങളിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലോ? ആതിരയുടെ ശരീരത്തിൽ ചാന്ദിനി പ്രവേശിച്ചിരിക്കുന്നു. ആരാ എന്നെ വിളിച്ചു വരുത്തിയത്? ഈ മീനെടുത്തിയാ? ആരാ? മീരച്ചി, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ചാന്ദിനിയാ, സുമതി അമ്മായിയുടെ മോള് ചാന്ദിനി. സംശയിക്കണ്ട മീരച്ചി, ഞാൻ ചാന്ദിനി തന്നെയാ. എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ മരിച്ചു കിടന്നപ്പോ ചേച്ചി നിലവിളിച്ച് കരഞ്ഞത് എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. സത്യാണോ ഈ പറയുന്നേ? എന്റെ ചാന്ദിനി മോളാണോ ഇത്? ആത്മാക്കള് കള്ളം പറയില്ല ചേച്ചി. തല പോയാലും സത്യം മാത്രമേ പറയൂ. മോളെ, നീ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അമ്മായിയോട് സംസാരിക്കണം. അമ്മായിക്ക് വലിയ ആശ്വാസമാവും. ഞാൻ ശ്രമിക്കാം. ഇപ്പോഴൊരു ആശ്വാസമായത്. ഇതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. ഇവക്കും ഞാനത് വെറുതെ പറഞ്ഞതാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചാന്ദിനി, ഒരു കാര്യം പറയാൻ മറന്നു. വാ, കിഴക്കി. ഇതാ എന്റെ മോള് ആവണി. ഹലോ. ഹലോ. അയ്യോ, നിങ്ങൾ ആരും ഇനി പേടിക്കണ്ട. ചാന്ദിനി എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. പാവാ, ആരെയും അവള് ഉപദ്രവിക്കില്ല. അല്ല മോളെ, നീ എങ്ങനെയാ മരിച്ചത്?
നിനക്കാരെ ഇഷ്ടായിരുന്നോ അമ്മായി അത് എതിർത്തെന്നോ ആ ദേഷ്യത്തില് നീ തൂങ്ങി മരിച്ചെന്നോ അങ്ങനെ എന്തോ ആണല്ലോ പറഞ്ഞത്. അത് ശരിയാണോ മോളെ? ശരിയാ, അങ്ങനെ തന്നെയാ മരിച്ചത്. ശോ, എന്നാലും ഈ കടുങ്കൈ നീ എന്തിനാ മോളെ ചെയ്തേ? ആ അതൊക്കെ പോട്ടെ. നിനക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതെ ശ്ശോ, നമ്മൾ ഒരുമിച്ച് അമ്മാവിന്റെ പൈസ അടിച്ചു മാറ്റിയത് ഓർമ്മയുണ്ടോ? ഒരു ദിവസം അമ്മാവനത് കണ്ടോണ്ട് വന്നതും എന്നെ നിന്നെ അടിച്ചതും അടി കൊണ്ട് നീ ബോധം കെട്ട് അമ്മായിയുടെ പുറത്തോടി വീണതും അമ്മായി നീയും കൂടി നിലത്ത് വീണ് പടിയിൽ കൂടി നിങ്ങൾ രണ്ടുപേരും കൂടി ഊരുണ്ട്. അയ്യോ, അയ്യോ, എന്റെ പൊന്നു. ഇവളാരാ? ഓ, നമ്മുടെ ഒരു ബന്ധുവാ. നിനക്കെല്ലാരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാവരും കൂടി ഇതുപോലെ പണ്ട് ടൂറ് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റോ? ആ സമയത്ത് നീ മരിച്ചത് എന്ത് രസായിരുന്നു. ഞാൻ മരിച്ചതോ? അയ്യോ അല്ല, ടൂറ് പോയത്. നീ പണ്ടത്തെ പോലെ ഇപ്പോഴും തമാശക്കാരി തന്നെ. ഓടുന്നു. അങ്ങനെ എന്തൊക്കെ കഥകളല്ലേ ചാന്ദിനി? സത്യം, അതൊക്കെ പറഞ്ഞാലേ ചിരിച്ച് മണ്ണ് കപ്പാനേ സമയമുണ്ടാവും. അയ്യോ, ഒരു കാര്യം മറന്നു. ഇവരൊക്കെ ആരാന്നൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. അറിയണമെന്നില്ല, ഇവരെല്ലാരും എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലേ? എങ്കി പിന്നെ ചാന്ദിനി ഇപ്പൊ പോ. വെറുതെ ഇരിക്കുമ്പോ ഈ ബോർഡ് വഴി ഞാൻ നിന്നെ വിളിച്ചു വരുത്താം. നമുക്കിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. എന്നാ പിന്നെ ഞാൻ പോയേക്കാം. ആ, കൂടെ കൊണ്ടുപോവാൻ ആ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട്, എടുക്കട്ടെ? ആഹാരമല്ല. പിന്നെ ഡ്രസ് വല്ലതും വേണോ? ചാന്ദിനിയൊന്നും പറഞ്ഞില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ വരണം. കൂടെ വരാനോ? എങ്ങോട്ട്? ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നതല്ലേ ഉള്ളൂ. ദേ, ഞാൻ പ്രേതമാണ്, അല്ലാതെ നിങ്ങളുടെ കളിപ്പാവയല്ല. കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ചാന്ദിനി പറഞ്ഞത് അങ്ങ് മനസ്സിലായില്ല. അതാ പൂജ ബോർഡ് വഴി എന്നെ വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിങ്ങളെ ആരെങ്കിലും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. അയ്യോ അയ്യോ, മോൾ പേടിക്കണ്ട, ഒന്നുമില്ല. എന്നുവെച്ചാ നിങ്ങളുടെ ആരുടെങ്കിലും ജീവൻ വേണമെന്ന്.
ഒന്നുമില്ല വിളിച്ചു വരുത്തിട്ട് ചോര കുടിക്ക് തന്നില്ലെങ്കിൽ ചാന്ദ്രയുടെ തനി സ്വഭാവം നിങ്ങൾ അറിയും. മോളെ അയ്യോ, നീ തമാശ പറയുന്നല്ലേ? അല്ല, നീ ഞാൻ വീണ കഥ കേട്ട് ചിരിച്ചല്ലേ? ഓടി, ചിരിക്കോ നീ? അറിയാതെ ചിരിച്ചതാ, ഇനി ഞാൻ ചിരിക്കൂല. നീ വാ, നീ എന്നോടൊപ്പം വാ. നിന്റെ ചോര മതി എനിക്ക്. ദുഷിച്ച ചോര എനിക്കിഷ്ടം. അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ. ഇവർ നിങ്ങളുടെ സ്വന്തം ചോരയല്ലേ. അവരൊക്കെ നിൽക്കുമ്പോ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? അവരെ കൊണ്ടുപോയിക്കൂടെ? സ്വന്തം ചോര എനിക്കിഷ്ടമല്ല. മോളെ ഓടി അങ്ങോട്ട്. എടുത്തി അനക്ക അനക്കേ അനക്കെ പണി പോളിയോ മോളെ അനക്കെ